മലപ്പുറം വഴിക്കടവിൽ അനധികൃത പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിനെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നതായി സുഹൃത്ത്. 5 പേരാണ് മീൻ പിടിക്കാൻ പോയത്. മുന്നിൽ നടന്ന 3 പേർക്ക് ഷോക്കേറ്റു. 2 പേരെ രക്ഷപ്പെടുത്തി. അനന്തുവിനായി പരമാവധി ശ്രമിച്ചുവെന്നും സുഹൃത്ത് ദിബീഷ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിൻ്റെ സുഹൃത്ത് ബിബീഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ബിബീഷ് അന്ന് എന്തായിരുന്നു ശരിക്ക് നടന്നത്? ഇവർ കളിക്കാൻ പോകാറുണ്ട് ഇവിടെ ഫുട്ബോൾ. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ നേരെ മീൻ പിടിക്കാൻ പോയതാണ്. സാധാരണ ഇങ്ങനെ പോകലുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ പോകലുണ്ട്. ഇങ്ങനെ ഈ കറണ്ട് കമ്പീൻ്റെ ഇതൊന്നും നമുക്കറിയില്ല. ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ കുറച്ച് അപ്പുറത്തു നിന്നാണ് ഇങ്ങനെ കയറി വന്നത്. തുടങ്ങിയിട്ടുള്ളൂ, മീൻ പിടിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ചെല്ലണ വലത് സൈഡിൽ തന്നെ അരുവിൽ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് ഇത് ഇട്ടത് ഈ കമ്പി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ? ഇല്ല, നേരത്തെ കണ്ടിട്ടില്ല. എന്നാലും അതിന് ഷോക്ക് ഉണ്ടെന്ന് അറിയില്ല. പിന്നെ അവ അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ തട്ടിയപ്പോൾ അവ വീഴാൻ നേരത്ത് യദു കയറി പിടിച്ചു പറഞ്ഞാൽ തള്ളാൻ വേണ്ടിയിട്ടായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനും ബാക്കിലേക്ക് വീണു. നിങ്ങൾ 5 പേര് ഒരുമിച്ചല്ലേ നേരം പോയിട്ടുണ്ടായിരുന്നത്? ഞങ്ങൾ കുറച്ച് സൈഡിലായിരുന്നു. അവനാ കമ്പീൻ്റെ അടുത്തേക്ക് പോയി. ഈ കമ്പി വെള്ളത്തിലേക്കാണോ വിട്ടിട്ടുണ്ടായിരുന്നത്? വെള്ളത്തിലായിരുന്നു. ഈ കരയാനിങ്ങനെ കര ചാരിയിട്ടായിരുന്നു വെള്ളത്തേക്ക് കുറച്ചിങ്ങനെ തട്ടിയിട്ട്. കുറേ മീറ്റർ നീളത്തിൽ ഇങ്ങനെ വേലിയുണ്ടായിരുന്നു അങ്ങനെ കേട്ടു ഞാൻ. കുറച്ച് ദൂരത്തേക്ക് ഉണ്ട് എന്ന്. നമ്മൾ ആ സമയത്ത് അതിന് ശേഷം അങ്ങനെ പോയിട്ടില്ലേ. ഞാൻ ചോദിക്കുന്നത്, ഈ തട്ടി വെള്ളത്തിലേക്ക് വീഴുമ്പോൾ വെള്ളത്തിന് ഷോക്ക് ഉണ്ടായിരുന്നു? വെള്ളത്തിന് ഷോക്ക് ഉണ്ടായിരുന്നു. അപ്പോഴാണ് യദുവിനും അടിക്കുന്നത്. അതായത് നിങ്ങൾ നടന്നതിൻ്റെ അടുത്തേക്ക് വെള്ളത്തിലേക്ക് കൂടെ തന്നെയല്ലേ നടന്നു വന്നത്? ആ, വെള്ളത്തിൽ കൂടെ തന്നെയാണ്. അന്നേരം വെള്ളത്തിൽ നിന്നാണ് ഷോക്കേറ്റത്? ആദ്യം ആ കമ്പിയുമ്പോഴാണ് ഇവ തട്ടണത്. അപ്പോഴാണ് ഷോക്ക് ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ നേരെ പിന്നെ അവ അതിൻ്റെ മേലെ കൂടെ വീഴുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആ വെള്ളത്തിലാകെ ഷോക്കായി. പിന്നെ എന്നിട്ട് ആരാണ് അനന്തുവിനെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നത്? അനന്തുവിനെ അവസാനമാണ് നമുക്ക് എടുക്കാൻ പറ്റിയത്. കാരണം അവിടെ ഫീസ് എന്തോ ഉണ്ടായിരുന്നത് കൂരി, പിന്നെ അവർ ഉണങ്ങിയൊരു കമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അവനങ്ങോട്ട് നീക്കിയിട്ടാണ് എടുത്തത്. നിങ്ങൾ ബാക്കിയുള്ള 4 പേരും കൂടി തന്നെയായിരുന്നോ, അല്ല പുറമേ നിന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ട് ആരെങ്കിലും വരുമൊക്കെ ചെയ്തിരുന്നു? ആ, മനീഷ് കുറച്ച് ആൾക്കാരെ ചേട്ടന്മാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരും വന്നു. പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ യദുവിനെ കരക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു, ഷാനുവിനെയും കരക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് 2 പേർക്കും എണീക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല അല്ലേ? നിങ്ങൾ തന്നെ വലിച്ച് കയറ്റി കരക്ക് വലിച്ച് കയറ്റിയതാണ്. അങ്ങനെ മുണ്ടും ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തോർത്തുമുണ്ടും ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് പിന്നെ തോർത്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നനഞ്ഞില്ലേ. അതിന് ഷോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ വേലി കെട്ടിയതായിട്ട് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇങ്ങനെ സംഭവങ്ങളുണ്ട്? ഇങ്ങനെ തോട്ടങ്ങൾക്ക് ഇവിടെ കറണ്ട് കമ്പി പറഞ്ഞാൽ സോളാർ കമ്പി അങ്ങനെ എന്തോ വെക്കാറുണ്ട്. ഇത് ഞാൻ കേട്ടത് ഡയറക്റ്റ് ആയിട്ട് എന്തോ തോട്ടിയൊക്കെ വെച്ചിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇത്തരത്തിലുള്ള കെണികൾ വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് കേട്ടറിവുണ്ടോ? അങ്ങനെ എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ ഞാൻ ഈ വിരുന്ന് അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ വരുന്നതാണ് ഇവിടെ. നിങ്ങളുടെ വീട് ഇവിടെയല്ല? എൻ്റെ വീട് ഇവിടെ അല്ലേ, ഞാൻ അരീക്കോട്. എന്തായാലും ബിബീഷാണ് നമ്മോടൊപ്പം ചേർന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ബിബീഷ് പറഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ 3-4 ആളുകൾ, 5 പേരാണ് പോയത്. അതിൽ 3 പേർക്ക് ഷോക്കേൽക്കുകയും ചെയ്തു. അനന്തു ഇന്ന് നമ്മോട് കൂടിയില്ല. ബാക്കി 2 പേരും എന്തായാലും ആശുപത്രി വിട്ട് സുഖം പ്രാപിച്ച് വരികയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ വകുപ്പ് അധികാരികളുടെ ഭാഗത്തു നിന്ന് എന്തായാലും ശക്തമായ ശ്രദ്ധയുണ്ടാവണം. ഇത് ഉണ്ടാവാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതുമാണ്. ഒരനുഭവം വന്നതിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും നമ്മുടെ അധികൃതർ ആ രീതിയിൽ നീങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.